മാവേലിക്കര ഭദ്രാസനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുപ്രധാനമായ ഭദ്രാസനങ്ങളിൽ ഒന്നാണ്. 50-ലധികം ഇടവകൾ മാവേലിക്കര ഭദ്രാസനത്തിലുണ്ട്. അഭിവന്യ പൗലോസ് മാർ പക്കോമീസ് മെത്രാപ്പൊലീത്തായുടെ ധീരമായ നേതൃത്വവും ഭരണപാഠവും മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. അഭിവന്യനായ ഡോക്ടർ ഗീവറീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്തായുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര ഭദ്രാസനത്തിലാണ്. ചേപ്പാട് മാർ ദീവന്യാസ്യോസ് മെത്രാപ്പൊലീത്തായുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര ഭദ്രാസന അതിർത്തിയായ ചേപ്പാട് സെൻറ്റ് ജോർജ് ദേവാലയത്തിലാണ്. മാവേലിക്കര മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകിയ സ്വാധീനവും സംഭാവനയും അതുല്യമാണ്. മാവേലിക്കരയുടെ വികസനവും മാവേലിക്കരയുടെ സംഭാവനയും സഭയ്ക്ക് മാത്രമല്ല, മലയാള സാഹിത്യത്തിലും സംസ്കാരത്തിലും അതുല്യമാണ്. വളരെ പ്രബുദ്ധരായ നേതാക്കന്മാരാണ് മാവേലിക്കരയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. മാവേലിക്കരയുടെ മഹത്വം ലോകമെമ്പാടും അറിയിക്കുവാൻ അവിടെ നിന്നും ഉയർന്നു വന്ന മലങ്കര സഭാ മക്കൾക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മാവേലിക്കര ഭദ്രാസനം അതിൻ്റെ വളർച്ചയുടെ നാഴികക്കല്ല് പിന്നിടുമ്പോൾ 2002 ഓഗസ്റ്റ് 10 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ 134 നമ്പർ കൽപ്പനപ്രകാരം 2002 ഓഗസ്റ്റ് 10 രൂപീകരിച്ചു. 10 വർഷത്തെ അതിൻ്റെ വളർച്ച അതുല്യമായിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ മാവേലിക്കര ഭദ്രാസനവും അതിലെ പള്ളികളും നിർവഹിച്ചിരിക്കുന്ന സേവനം അതുല്യമാണ്. അഭിവന്യ പൗലോസ് മാർ പക്കോമീസ് മെത്രാപ്പൊലീത്തായുടെ നിസ്തുലമായ സേവനങ്ങളും പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനവും എന്നും ഈ ഭദ്രാസനം കടപ്പെട്ടിരിക്കുന്നു.